സ്നേഹം വീഡിയോയിൽ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന 5-6 ഈ അമ്മമാരുടെ സൂത്രപ്പണികളാണ്. പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. അതിനുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. അമ്മമാർ ഉപയോഗിക്കും. സാരിയിൽ ടാറ് പുരണ്ടുന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ചെയ്യാവുന്ന പണി എന്നാന്ന് വെച്ചാൽ ടർപ്പൻ്റെയും അതിൻ്റെ മുകളിൽ തേച്ചിട്ട് സോപ്പ് കൊണ്ട് ചൂടുവെള്ളത്തിൽ അങ്ങ് കഴുകി കളയുക. അപ്പോൾ ഈ ടാറങ്ങ് മാറി കിട്ടും. അല്ലാതെ എന്തോരം ഇട്ട് തുടച്ചാലും പിടിച്ചാലും ഒന്നും പോവുകയില്ല. ഇതുപോലെ തന്നെ തകര ടിന്നിൽ കനപ്പും മണവും ഉണ്ടാവും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് അതിൻ്റെ അകത്തേക്ക് ഒരു കടലാസ് കത്തിച്ചിടുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുണി കൊണ്ട് തുടയ്ക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കനപ്പും മണമൊക്കെ അങ്ങോട്ട് മാറും. വേറെ ഒന്നാണ് ഈ അലൂമിനിയ പാത്രത്തിൻ്റെ അകം കറുത്ത് പോകും. അപ്പോൾ തിളപ്പിക്കുമ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്പം തിളപ്പിക്കുന്ന അവസരത്തിൽ 2-3 തുള്ളി നാരങ്ങ നീര് അതിൻ്റെ അകത്ത് ചേർക്കുക. അപ്പോൾ അതിൻ്റെ അത് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ നിറം മാറിക്കിട്ടും. അപ്പോൾ ഈ നാരങ്ങയും ഇതുമായിട്ട് ഇട്ടിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറുപ്പ് നിറമൊക്കെ ഞങ്ങൾ ക്ലീൻ ആയിക്കോളും. അത് ഇതുപോലെ തന്നെ വെള്ളി സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് തിളക്കം കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അല്പം നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, അതങ്ങോട്ട് തേച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകിക്കളയുക. അപ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടും അതിന്. അതുപോലെ തന്നെ കഴുകുന്ന വെള്ളത്തിൽ അല്പം പാല് ചേർത്താലും നല്ലതാണ്. വേറൊരു മെത്തേഡാണ്. പാല് ചേർത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകിക്കളയുക. ഈ ഫ്ലവർ വാസിൽ പിന്നെ പൂക്കൾ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടാകാതിരിക്കാനുള്ള പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഒരു ആസ്പിരിൻ ഗുളിക മതി. അതങ്ങോട്ട് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലവർ വാസിൽ പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവില്ല. പിന്നെ പാത്രങ്ങളിൽ കരി പിടിക്കാതിരിക്കാനുള്ള പണി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ വക്ക് വരെ എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് പാത്രം അടപ്പത്ത് വയ്ക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനധികം കരി പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പണികൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളൊന്ന് പിന്നെ പ്രാവർത്തികമാക്കി നോക്കുക. ശരിയാണോ എന്നറിയാലോ. അപ്പോൾ അത് ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഈ അമ്മമാർ ഉപയോഗിക്കാറുള്ള സൂത്രപ്പണികളാണ് ഞാനീ പറയണത്. അത് ഉപകാരപ്രദമായിരിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഞങ്ങളുടെ ഈ പരിശ്രമത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ തലങ്ങളും ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാക്കുവാനും കുറച്ചുകൂടെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.